നമസ്കാരം. 5 മാസം മുമ്പ് ഇന്തോനേഷ്യയിലും കഴിഞ്ഞ ദിവസം കെനിയയിലും തകർന്നു വീണ ബോയിങ് 737 മാക്സ് 8 വിമാനങ്ങൾ നിലത്തിറക്കാൻ അമേരിക്കയും തയ്യാറാകുന്നു. മാക്സ് 8, മാക്സ് 9 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ പറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ സർവീസിലുള്ള വിമാനങ്ങൾ ലാൻഡ് ചെയ്താൽ പിന്നീടവ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ആകാശ ദുരന്തങ്ങൾക്കു കാരണം ബോയിങ്ങിലെ നിർമ്മാണ പിഴവാണെന്ന് സമ്മതിക്കൽ കൂടിയാണ് അമേരിക്ക വിമാനങ്ങൾ നിലത്തിറക്കാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചതിലൂടെയെന്ന് വ്യോമയാന രംഗത്തുള്ളവർ പ്രതികരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി എലൈൻ ഖായോ, FAA അഡ്മിനിസ്ട്രേറ്റർ ഡാൻ എൽവെൽ എന്നിവരുമായി ആലോചിച്ച ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടതെന്ന് ട്രംപ് പ്രതികരിക്കുന്നു. മാക്സ് 8, 9 വിമാനങ്ങൾ നിലത്തിറക്കാമെന്ന തീരുമാനത്തോട് എല്ലാവർക്കും യോജിപ്പാണെന്ന തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് പ്രതികരിച്ചു. അഡിസ് അബാബയിൽ നിന്ന് നൈറോബിയിലേക്ക് പറന്നുയർന്ന ഉടനെ തകർന്നു വീണ എത്യോപ്യൻ എയർലൈൻസ് വിമാനമാണ് ബോയിങ്ങിനെ കുറിച്ചുള്ള ആശങ്കകൾ ലോകത്തെമ്പാടും ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. 157 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. ഒക്ടോബറിൽ ഇന്തോനേഷ്യയിൽ നടന്ന ദുരന്തത്തിൽ 189 പേരും മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ലോകമെമ്പാടും മാക്സ് 8 വിമാനങ്ങൾ നിരോധിക്കണം എന്ന ആവശ്യം ശക്തമായി. ഇന്ത്യയടക്കം 40ഓളം രാജ്യങ്ങൾ ഇതിനകം വിമാനങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. വിമാനത്തിന്റെ തകരാറ് കണ്ടുപിടിച്ച് പരിഹരിക്കുന്നതുവരെ ഇവ ഉപയോഗിക്കരുത് എന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്ന് ബോയിങ് കമ്പനിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിലും എത്യോപ്യയിലും ഉണ്ടായ ദുരന്തങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേരുന്നുവെന്ന് ബോയിങ് CEO മ്യൂലൻബർഗ് പ്രതികരിച്ചു. വിമാനങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ബോയിങ് പ്രഥമ പരിഗണന നൽകുന്നു എന്നതിന് തെളിവാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അപകടത്തിനിടയാക്കിയ തകരാറ് എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കമ്പനിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ബോയിങ് മാക്സ് വിമാനങ്ങൾ നിലത്തിറക്കാൻ ട്രംപ് നിർദ്ദേശിക്കുമ്പോൾ അമേരിക്കൻ ആകാശത്ത് ഇത്തരം 33 വിമാനങ്ങൾ പറക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻ എയർലൈൻസ്, സൗത്ത് വെസ്റ്റ് എയർലൈൻസ്, യുണൈറ്റഡ് എയർലൈൻസ് തുടങ്ങിയ വിമാന കമ്പനികളൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നത് ബോയിങ് മാക്സ് വിമാനങ്ങളാണ്. നേരത്തെ കാനഡയും ബോയിങ് മാക്സ് വിമാനങ്ങൾ നിരോധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക വിമാനങ്ങൾ നിലത്തിറക്കാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമാണ്.